ജലവിഭവ വകുപ്പിനെതിരെ CITU കൊച്ചിയിലെ കുടിവെള്ള വിതരണം ഫ്രഞ്ച് കമ്പനിയെ ഏൽപ്പിക്കാനുള്ള പദ്ധതിക്കെതിരെ സമരരംഗത്ത് ടെൻഡർ നടപടികളടക്കം ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം. ഇന്ന് കൊച്ചിയിൽ ബഹുജന കൺവെൻഷൻ നടത്തും. AITUC, INTUC യൂണിയനുകൾക്കൊപ്പമാണ് സമരം. കൊച്ചി നഗരത്തിൽ 24 മണിക്കൂറും ശുദ്ധജലം ലഭിക്കുന്നതിനുള്ള ADB പദ്ധതി സ്വകാര്യവൽക്കരണമെന്ന് ആരോപിച്ചാണ് CITU അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തേക്ക് വരുന്നത്. കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന ബഹുജന കൺവെൻഷൻ CITU ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രനും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും പരിപാടിയിൽ പങ്കെടുക്കും. ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ഭരിക്കുന്ന ജലവിഭവ വകുപ്പിനെ പ്രതിരോധത്തിലാക്കുകയാണ് CPM-ന്റെയും CPI-യുടെയും തൊഴിലാളി സംഘടനകൾ. പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് CITU. ADB വായ്പ സ്വീകരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലെ സംയുക്ത സമരസമിതിയോ എതിരല്ല. പക്ഷേ അതിലെ നിബന്ധനകൾ ഈ മേഖല മനുഷ്യൻ്റെ ജന്മാവകാശമായിട്ടുള്ള കുടിവെള്ളം സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്യാനോ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം ജന്മാവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് സേവന മേഖലയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളോ അല്ല, വാട്ടർ അതോറിറ്റി തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിബന്ധനകൾ പാലിക്കാതെയാണ് ടെൻഡർ നടപടികൾ നടന്നതെന്നും ആരോപണമുണ്ട്. ഫ്രഞ്ച് കമ്പനിയായ സൂയസ് പ്രൊജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 10 വർഷത്തേക്ക് കരാർ ഉണ്ടാക്കാനാണ് നീക്കം. എസ്റ്റിമേറ്റ് തുകയേക്കാൾ 23% അധിക തുകക്കാണ് കരാർ ഉണ്ടാക്കുന്നത്. ADB വായ്പയുടെ സഹായത്തോടെ ആകെ 2511 കോടി രൂപയുടെ പദ്ധതിയാണ് സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് ജലവിഭവ വകുപ്പ് നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.